ഈ ജാതിയും മതവുമൊക്കെ എന്താണെന്നും അതെങ്ങനെയാണ് സമൂഹത്തിൽ കൊണ്ടു നടക്കേണ്ടതെന്നും അതിൻ്റെ മൂല്യങ്ങൾ എന്താണെന്നും ദർശനങ്ങൾ എന്താണെന്നും കാതലും കാമ്പും എന്താണെന്നും ഒക്കെ ഒരുപാട് പേർ വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ചതല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു ഫലവും ഉണ്ടായില്ല. ഇപ്പോഴും തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ ജാതി പറച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ സാധാരണ ഒരു സമുദായ സംഘടനകൾ അല്ലെ അവരുടെ സമുദായത്തിന് പ്രാതിനിധ്യമുണ്ടോ, അവർക്ക് നല്ല വകുപ്പുകൾ കിട്ടിയോ, അവർക്ക് ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എല്ലാത്തിൽ നിന്നും രാഷ്ട്രീയ അകലം പാലിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യം ഏത് ഗവൺമെൻറ് വന്നാലും നോക്കുന്നതിന് സമുദായങ്ങൾ താല്പര്യമെടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് പകരം ഈ വെള്ളാപ്പള്ളിയെപ്പോലെയുള്ള ഈ വിടുവായന്മാർ അപ്പോഴും വർഗീയതയും ഈ പറയുന്ന മതവും ജാതി രാഷ്ട്രീയവും ഇങ്ങനെ പറഞ്ഞ് ഈ സമൂഹത്തെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഇയാൾ പറയുമെന്ന് വിചാരിച്ച് ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം ദർശനങ്ങളും എല്ലാം പറഞ്ഞ് ആളുകൾക്കൊന്നും മനസ്സിലാവാതിരിക്കുമ്പോഴാണ് വേണ്ട ഒരു തമിഴ് ബാലൻ വളരെ മനോഹരമായി ഈ ജാതി എന്താണെന്ന് അവനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ സമൂഹത്തിനോട് പറയാൻ കഴിയുന്ന വളരെ മനോഹരമായ സിമ്പിളായ ഒരു ഡെഫിനിഷനാണ് ആ ബാലൻ കൊടുത്തത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, നിങ്ങളെ യോജിക്കും. എനിക്കത് നന്നായി തോന്നി. மச்சான் எல்லாரும் ஜாதி ஜாதிங்கிறாங்களே, ஜாதின்னா என்ன மச்சான்? ஜாதிங்கிறது நம்ம போட்டிருக்க ஜட்டி மாதிரி, அதை அடுத்தவன்ட்ட காட்டவே கூடாது, உள்ளே போட்டிருக்கணும். விருப்பப்பட்டவன் போட்டுக்கிறான், விரும்பாதவன் ஃப்ரீயா இருக்கான். அடுத்தவன் என்ன ஜட்டி போட்டிருக்கான்னு எட்டி பார்க்கவும் கூடாது, போட சொல்லி வற்புறுத்தவும் கூடாது. இதுதான் மச்சான் ஜாதி. சூப்பர் மச்சான். കേട്ടോ, അവൻ പറഞ്ഞ വളരെ സിമ്പിളാണ്. ജാതി എന്ന് പറഞ്ഞാൽ ജട്ടി പോലെ ആകണം. അത് ഉള്ളിലിടേണ്ടതാണ്, അത് ഉള്ളിലിട്ടുകൊണ്ട് നടക്കണം. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഏതിടണമെന്നുള്ളത്. അതിട്ട് നല്ല സന്തോഷത്തോടെ മുഖം നല്ല പ്രസന്നവദനരായി നടന്നേക്കണം. വേണ്ടവരിടും, ഇഷ്ടമുള്ളതിടും. ഇനി ഇടാതെ നടക്കുന്നവരും ഉണ്ട്. ഇതൊന്നും വേറൊരാൾക്കൊരു പ്രശ്നമേ അല്ല. മറ്റവൻ ഏത് ജട്ടിയാണ് ഇട്ടിരിക്കുന്നത് അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല. അവൻ്റെ ജട്ടി അവൻ്റെ അവകാശമാണ്. അത് ഉള്ളിൽ കിടന്നോണം. അതാരും പുറത്തെടുത്തിട്ടും തലയിലിട്ടുകൊണ്ട് നടന്നും ആരെയും അറിയിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇന്നടുത്ത് ഇന്നാരാണ്, എൻ്റെ പിന്നെ അടയാളം ഇന്നതാണ് എന്ന് മാത്രവുമല്ല, വേറൊരു കാര്യം കൂടി ആ പയ്യൻ അവസാനം പറയുന്നുണ്ട്. വേറൊരുത്തൻ്റെ ജട്ടി നോക്കാനും നടക്കരുത്. അവൻ ഏതെങ്കിലും ഇട്ടുകൊണ്ട് കിടന്നോട്ടെ, അതിന് നമുക്കെന്താ? അവന് ഇഷ്ടമുള്ള ജട്ടി അവന് ധരിക്കാനുള്ള അവകാശമുണ്ട്. ജട്ടി ഇടാത്ത ആളുകൾ അവർ വാങ്ങുന്നില്ലെങ്കിൽ അതിന് നമ്മൾ പരാതി പറയണ്ട. ഇപ്പം മതം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് കിടക്കുന്നവരുണ്ട്, അവർ ജട്ടി ഇടാതെ കിടന്നോട്ടെ. ഇനി മതം വേണമെന്ന് പറയുന്നവർ അവർക്ക് ഏത് ജട്ടിയാണോ വേണ്ടത്, മഞ്ഞ ജട്ടിയാണോ, പച്ച ജട്ടിയാണോ, നീല ജട്ടിയാണോ, കറുത്ത ജട്ടിയാണോ, വെള്ള ജട്ടിയാണോ, ഇഷ്ടമുള്ളത് ഇട്ടുകൊണ്ട് നടന്നോട്ടെ. നമ്മൾ നമ്മുടെ ജട്ടിയിൽ അങ്ങ് സന്തോഷമായി നടക്കുക എന്നുള്ളതല്ലാതെ വേറെ അടുത്തിരിക്കുന്നവൻ്റെ ജട്ടിയിലോട്ട് നോക്കി അവൻ്റെ ജട്ടിയുടെ വില നോക്കി അത് കൂടിയ ബ്രാൻഡഡ് ജട്ടിയാണോ എന്ന് നോക്കി അതിനെ വിലയിരുത്താനും, അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ ജട്ടി കീറിക്കിടക്കുന്നെങ്കിൽ അത് കീറിക്കിടക്കുന്നതിന് കമൻറ്റ് പറയാനും ഒന്നും നടക്കാതിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ജാതി എന്ന് പറയുന്നത് ഒരു ജട്ടി പോലെയാണെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു പ്രശ്നവുമില്ല. അവരവരവരുടേത് വലുതാണെന്ന് പറഞ്ഞ് കൊണ്ടു കിടന്നോട്ടെ. അതിനകത്ത് തന്നെ കിടക്കണം. അല്ലാതെ ഇതൊന്നും പുറത്ത് കാണിച്ചുകൊണ്ട് നടന്ന് വെല്ലുവിളിക്കാനും ആക്രോശിക്കാനും ബാക്കിയുള്ളവരെ പറയാനും താരതമ്യപ്പെടുത്താനും ഒന്നുമല്ല ജട്ടി. അവനവൻ്റെ അളവിന് പറ്റുന്നത് അവനവൻ വാങ്ങിച്ചിടണം. നല്ല ഡെഫിനിഷൻ. ഇപ്പോഴത്തെ കാലത്ത് ദർശനങ്ങളൊക്കെ മണിക്കൂറുകളെടുത്ത് പറഞ്ഞാലും ആ ദർശനങ്ങളിൽ ഒന്നും അംഗീകരിക്കാതെ നടക്കുന്നവർക്ക് അവർക്ക് പറ്റിയ ഒരു ജട്ടി അവരെയിലിട്ടുകൊണ്ട് നടന്നാൽ മതി. ഇന്നിപ്പോൾ കേരളത്തിൽ കണ്ടില്ലേ, സത്യപ്രതിജ്ഞ നടന്നപ്പം വേറൊരാളുടെ ജട്ടി നോക്കി നടക്കുന്ന കുറേ പേര്, അപ്പോഴത്തേക്ക് തിരിച്ച് ആ ഇട്ട ജട്ടി പാകമാകാത്തതിന് വിഷമം പറയുന്ന മറ്റു കുറേ പേര്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? അവനവൻ്റെ ജട്ടിയിൽ അങ്ങ് ജീവിക്കുക സന്തോഷമായി. അപ്പം ജട്ടിയും കുട്ടിയും ഹാപ്പി, സമൂഹവും ഹാപ്പി. നല്ല ഡെഫിനിഷനല്ലേ? ജാതി എന്നാൽ ജട്ടി പോലെ.